സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് മുന്നേ ഇറാനെതിരെ പുതിയ സമ്മർദ്ദ തന്ത്രം പയറ്റുകയാണ് ട്രംപ്. നെതന്യാഹുവിന്റെ സന്ദർശനത്തിന് ശേഷമാണ് ട്രംപിന്റെ പുതിയ നീക്കം എന്നതാണ് ശ്രദ്ധേയം. ഇറാനിൽ ഭയം ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണെന്ന് ട്രംപ് തുറന്നു പറയുകയും ചെയ്തു. പക്ഷേ പതിവ് പോലെ കുലുക്കമില്ലാത്ത നിലപാടിലാണ് ഇറാൻ. ഇറാൻ അമേരിക്ക ടെൻഷനുമായി ബന്ധപ്പെട്ട് 3 സംഭവവികാസങ്ങളാണ് ഏറ്റവും പുതിയതായി ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, ഇറാനുമേൽ കടുത്ത സമ്മർദ്ദമുണ്ടാക്കാൻ ട്രംപ് പറഞ്ഞ ചില കാര്യങ്ങളാണ്. 2, ഇറാനുമായി നീണ്ട ഒരു സൈനിക നടപടിക്ക് അമേരിക്കൻ സൈന്യം തയ്യാറെടുക്കുന്നു എന്ന റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ടാണ്. ഇത്തരം വാർത്ത വരുന്നതും മറ്റൊരു രീതിയിൽ സമ്മർദ്ദ തന്ത്രം തന്നെയാണ്. മൂന്നാമത്തെ കാര്യം, ട്രംപിന്റെ പ്രകോപനത്തിൽ വീഴാതെ കടുത്ത നിലപാട് ഇറാൻ ആവർത്തിക്കുന്നു എന്നതാണ്. ഈ 3 കാര്യങ്ങൾ വിശദമായി തന്നെ ഈ വീഡിയോയിൽ പരിശോധിക്കാം. അതിനിടയിൽ ഇറാൻ അമേരിക്ക അടുത്ത ഘട്ട ചർച്ച ജനീവയിൽ വെച്ച് നടക്കുമെന്നുള്ള സ്ഥിരീകരണവും വരികയാണ്. അതായത് രണ്ടാം ഘട്ട ചർച്ച നടക്കും മുമ്പ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടാം ഘട്ട ചർച്ച നടക്കും മുമ്പ് ഇറാനുമേൽ മാക്സിമം സമ്മർദ്ദം ചെലുത്തുക എന്ന തന്ത്രമാണ് ട്രംപ് പയറ്റുന്നത്. പക്ഷേ ആ പ്രകോപനത്തിൽ ഇറാൻ വീഴുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആദ്യം ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കാം. അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളും നമുക്ക് നോക്കാം. അതിനുശേഷം ഇറാന്റെ മറുപടിയും മറുതന്ത്രങ്ങളും പരിശോധിക്കാം. അതായത് ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും ആ ചർച്ചകളിൽ തങ്ങൾക്ക് മേധാവിത്വം കിട്ടാൻ സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് ട്രംപ് സ്വീകരിക്കുന്ന രീതി. പൊതുവെ സ്വീകരിക്കുന്ന രീതിയാണ്. അതിനുവേണ്ടി തന്നെയാണ് പുതിയ ചില കാര്യങ്ങൾ ട്രംപ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ തീരത്തേക്ക് രണ്ടാമത്തെ അർമാഡ ഉടൻ അയക്കുമെന്ന് ട്രംപ് ആവർത്തിച്ചതാണ്. നേരത്തെ തന്നെ രണ്ടാമത്തെ അർമാഡ വരുന്നുണ്ട് എന്ന് ട്രംപ് പറഞ്ഞു. പക്ഷേ ഇത്തവണ സ്ഥിരീകരണം തന്നു. USS ജെറാൾഡ് ആർ ഫോർഡ് എന്ന വിമാനവാഹിനി കപ്പലിന്റെ വിന്യാസമാണ് ട്രംപ് സ്ഥിരീകരിക്കുന്നത്. കരീബിയൻ കടലിലാണ് ഈ കപ്പൽ ഇപ്പോഴുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ആവശ്യം വരികയാണെങ്കിൽ വലിയൊരു സൈനിക സജ്ജീകരണം നമുക്കുണ്ടാകും. ഇറാനുമായുള്ള ചർച്ചകൾ വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ കരാറിലെത്താൻ ഇറാൻ പരാജയപ്പെട്ടാൽ ആ രാജ്യത്തിന് അത് മോശം ദിവസമായിരിക്കും. ഇറാനിലെ ഭരണമാറ്റമാണ് സംഭവിക്കാവുന്ന ഏറ്റവും നല്ല കാര്യം. ഇറാനിൽ ഇപ്പോൾ തന്നെ ഒട്ടേറെ ജീവനുകൾ നഷ്ടമായി. ഇങ്ങനെയാണ് ട്രംപ് പറഞ്ഞത്. ഇറാനുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി മറ്റൊരു ചടങ്ങിൽ ട്രംപ് പറഞ്ഞു: ആണവ ചർച്ചകളിൽ ഇറാന്റെ നിലപാട് കഠിനമാണ്, അതുകൊണ്ട് അവരിൽ ഭയം ജനിപ്പിക്കണം, അത് ആവശ്യമാണെന്ന് ട്രംപ് പറഞ്ഞു. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മദുറോയെ പിടികൂടാൻ ജനുവരി 3 ഓപ്പറേഷൻ നടത്തിയ പ്രത്യേക സംഘാംഗങ്ങളെ കാണാൻ ഫോർട്ട് ബ്രാഗിൽ എത്തിയപ്പോഴാണ് ട്രംപ് ഇങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വെനസ്വേലയിൽ നടത്തിയതുപോലൊരു അട്ടിമറിക്കാണോ ട്രംപ് ഇറാനിൽ ഒരുങ്ങുന്നത് എന്ന അഭ്യൂഹം വീണ്ടും പരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ആയത്തുള്ള അലി ഖൊമേനിയെ തട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണോ ട്രംപിന്റെ ലക്ഷ്യം എന്നുള്ളൊരു അഭ്യൂഹം പരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വെനസ്വേല അല്ല ഇറാൻ എന്ന കാര്യം ട്രംപും അമേരിക്കൻ ബുദ്ധികേന്ദ്രങ്ങളും ഉറപ്പായി ആലോചിക്കുമെന്നതാണ് മറ്റൊരു കാര്യം. ഇറാന്റെ സൈനിക സജ്ജീകരണങ്ങളെ വെനസ്വേലയിൽ ചെയ്തതുപോലെ മറികടക്കുക അസാധ്യമാണ്. അതിന് വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് അതിന് മുതിരില്ല എന്നാണ് മുതിർന്ന യുദ്ധ വിദഗ്ധർ പറയുന്നത്. നിലവിൽ എബ്രഹാം ലിങ്കൻ വിമാനവാഹിനി കപ്പൽ, യുദ്ധവിമാനങ്ങൾ, നിരീക്ഷണ വിമാനങ്ങൾ എന്നിവ പശ്ചിമേഷ്യയിലുണ്ട്. ഇതിന് പുറമെയാണ് പുതിയ കപ്പൽ കൂട്ടം എത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ട്രംപ് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ നീക്കം, അല്ലെങ്കിൽ ട്രംപ് ഇങ്ങനെ പറഞ്ഞത് എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇറാനോട് യുദ്ധം ചെയ്യണമെന്ന നെതന്യാഹുവിന്റെ നിർദ്ദേശം താൻ തള്ളിയെന്നാണ് നേരത്തെ ട്രംപ് വ്യക്തമാക്കിയത്. പക്ഷേ പുതിയ അർമാഡ പോകുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ഉറപ്പായും നെതന്യാഹുവിന്റെ ബുദ്ധിയാണെന്നുള്ള കാര്യത്തിൽ നയതന്ത്ര വിദഗ്ധർക്കൊന്നും തർക്കമില്ല. മേഖലയിൽ സംഘർഷമുണ്ടാക്കാൻ ഇസ്രായേൽ മനഃപൂർവ്വം ശ്രമിക്കുന്നു എന്നാണ് ഇറാന്റെ സുരക്ഷാ മേധാവി അലി ലാറിജാനി നേരത്തെ ആരോപിക്കുകയും ചെയ്തിരുന്നത്. അമേരിക്ക കരാറിൽ എത്തേണ്ടത് ഇറാന്റെ ആണവ പദ്ധതികളിൽ മാത്രമല്ല, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിലും പ്രോക്സികളുടെ കാര്യത്തിലും ആ കരാറിൽ എത്തണമെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട്. അതായത് ഇറാനെ സമ്പൂർണ്ണമായും നിരായുധീകരിക്കുക എന്ന തന്ത്രമാണ് നെതന്യാഹുവിന്റെ മനസ്സിലുള്ളത്. അതിനുവേണ്ടി രണ്ടാം ഘട്ട ചർച്ചകൾക്ക് മുമ്പ് പരമാവധി സമ്മർദ്ദം ട്രംപിനെ കൊണ്ട് ഇറാനുമേൽ ചെലുത്തുക എന്ന തന്ത്രമാണ് നെതന്യാഹു ചെയ്യുന്നത് എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. അതായത് നേരിട്ട് ആക്രമണം നടത്താൻ ട്രംപ് തയ്യാറല്ലെങ്കിൽ മാക്സിമം സമ്മർദ്ദം കൊണ്ടുവരിക, അതിലൂടെ ഇറാനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക. അതാണ് വീണ്ടും വീണ്ടും ട്രംപ് നെതന്യാഹുവും പയറ്റിക്കൊണ്ടേയിരിക്കുന്നത്. ട്രംപിന്റെ പുതിയ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് റോയിറ്റേഴ്സ് 2 അമേരിക്കൻ ഉദ്യോഗസ്ഥരെ, അല്ലെങ്കിൽ സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇതുമായി ചേർത്ത് നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു വാർത്ത പുറത്തുവിട്ടത്. ഇതാണ് രണ്ടാമത്തെ സംഭവവികാസം. ഇറാനെതിരെ ആഴ്ചകൾ നീണ്ട സൈനിക നടപടിക്ക് അമേരിക്കൻ സൈന്യം തയ്യാറെടുക്കുന്നു എന്നതാണ് റോയിറ്റേഴ്സിന്റെ എക്സ്ക്ലൂസീവ് വാർത്ത. ട്രംപ് ഉത്തരവിട്ടാൽ ശക്തമായ ആക്രമണം നടത്തുമെന്നും അതിന് തയ്യാറാണെന്നും 2 ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയെന്നാണ് റോയിറ്റേഴ്സ് പറയുന്നത്. മുമ്പ് നടന്ന മിഡ്നൈറ്റ് ഹാമർ ഒരു ഒറ്റപ്പെട്ട ആക്രമണമായിരുന്നുവെങ്കിൽ
ഇത്തവണ ആണവ കേന്ദ്രങ്ങൾക്ക് പുറമെ ഇറാന്റെ സുരക്ഷാ കേന്ദ്രങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും ലക്ഷ്യമിട്ടേക്കാം എന്നൊക്കെയാണ് റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ആർഫോർഡ് ഒരാഴ്ചക്കുള്ളിൽ മിഡിൽ ഈസ്റ്റിൽ എത്തുമെന്നാണ് അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ട്. ഇതിൽ 75ലധികം യുദ്ധവിമാനങ്ങളുണ്ട്. ഇതിനെ സഹായിക്കാൻ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഇത്തരം വാർത്തകളും ട്രംപിന്റെ പുതിയ പ്രഖ്യാപനങ്ങളും പുതിയ കപ്പൽ കൂട്ടം വരുന്നു എന്നുള്ള കാര്യവും ഒന്നും ഇറാനെ കുലുക്കുന്നില്ല എന്നാണ് അവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്കയുടെ ഏത് നീക്കത്തെയും ഇറാൻ കരുതിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാഞ്ചിയിൽ വിരലുകൾ ഉണ്ടെന്ന നേരത്തെയുള്ള പ്രഖ്യാപനം ആവർത്തിക്കുകയാണ് ഇറാൻ സൈനിക നേതൃത്വം ട്രംപിന്റെ പുതിയ ഭീഷണി വന്നതിന് ശേഷവും ചെയ്തിട്ടുള്ളത്. ഭീഷണിക്ക് വഴങ്ങിയുള്ള ഒരു ചർച്ചയ്ക്കും ഇറാൻ ഇല്ല എന്നും അന്തസ്സോടെയുള്ള ചർച്ചകളാണ് ഇറാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചർച്ചകൾക്ക് മാത്രമാണ് ഇറാന് താല്പര്യമെന്നും ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനും ആവർത്തിക്കുന്നു. അതായത് ട്രംപിന്റെ പുതിയ ഭീഷണിയിലോ റോയിറ്റേഴ്സിന്റെ പുതിയ വാർത്തകളിലോ ഇറാൻ പ്രകോപിതരാകുന്നില്ല എന്ന് വേണം വിലയിരുത്താൻ. പകരം ഇറാൻ ആത്മവിശ്വാസത്തോടെ എന്തിനേയും നേരിടാൻ തയ്യാറാകുന്നു എന്നാണ് ഇറാനെ അടുത്തറിയാവുന്ന യുദ്ധ വിദഗ്ധരെല്ലാം പറയുന്നത്. എന്തായാലും രണ്ടാം ഘട്ട ചർച്ചയുടെ കാര്യത്തിൽ തീരുമാനമായി എന്നതും ഇത്തരം സ്ഫോടനാത്മകമായ അന്തരീക്ഷത്തിലും ആശ്വാസകരമായ കാര്യമാണ്. ഈ വരുന്ന ചൊവ്വാഴ്ച, അതായത് ഫെബ്രുവരി 17-ന് ജനീവയിൽ വെച്ച് ചർച്ചകൾ നടക്കുമെന്നാണ് റിപ്പോർട്ട്. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ട്രംപിന്റെ മരുമകൻ ജെറാൾഡ് കുഷ്ണറും മിഡിൽ ഈസ്റ്റിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പങ്കെടുക്കും. ഇറാനിയൻ സംഘത്തെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി നയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒമാൻ പ്രതിനിധികൾ തന്നെയായിരിക്കും ജനീവയിലെ ചർച്ചയിലും മധ്യസ്ഥരായി പങ്കെടുക്കുക. തുർക്കി പ്രതിനിധികളും ചിലപ്പോൾ ചർച്ചയിൽ മധ്യസ്ഥരായി പങ്കെടുക്കുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട്. ജനീവയിലെ ചർച്ചയും പരോക്ഷ ചർച്ച തന്നെ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട്. അതായത് അമേരിക്കയും ഇറാനും മധ്യസ്ഥരെ കാര്യങ്ങൾ അറിയിക്കും. മധ്യസ്ഥർ ഇരു രാജ്യങ്ങളുടെയും നിലപാട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കും. ഇരു രാജ്യങ്ങളുടെ പ്രതിനിധികളും വെവ്വേറെ മുറികളിൽ ഇരുന്ന് മധ്യസ്ഥരുമായി സംസാരിക്കും. ആ രീതി തന്നെയാണ്, അതായത് മസ്കറ്റിൽ നടന്ന രീതി തന്നെയാണ് ജനീവയിലും തുടരുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് തങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് ഇറാന്റെ നിലപാട്. പക്ഷെ നേരിട്ട് ചർച്ച നടത്താൻ പേടിയുമില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരോക്ഷ ചർച്ച മതി എന്നാണ് ഇറാന്റെ ഉന്നത നേതൃത്വത്തിന്റെ നിലപാട്. കാരണം അമേരിക്കയെ വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് ഇറാൻ ഭരണകൂടത്തിന്റെ നിലപാട്. നേരത്തെ പല ഘട്ടങ്ങളിൽ ഇറാനെ അമേരിക്ക ചതിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇറാൻ നേതൃത്വം ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പരോക്ഷ ചർച്ച മതി എന്ന നിലപാട് ഇറാൻ സ്വീകരിക്കുന്നത്. എന്നാൽ ട്രംപും കൂട്ടരും നേരിട്ടുള്ള ചർച്ചകളെയാണ് അനുകൂലിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും ചർച്ചകൾക്ക് ശേഷം ഇരുവിഭാഗത്തിൻ്റെയും പ്രധാന പ്രതിനിധികൾ തമ്മിൽ ചുരുങ്ങിയ സമയത്തേക്ക് ഹസ്തദാനം നൽകാനോ നേരിട്ട് സംസാരിക്കാനോ സാധ്യതയുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ട്രംപ് തുടർച്ചയായ സമ്മർദ്ദ തന്ത്രം പയറ്റുമ്പോഴും ഇറാൻ നിലപാടിൽ നിന്ന് ഒട്ടുമേ മാറിയിട്ടില്ല. അവർ പേടിച്ചിട്ടുമില്ല. മാത്രമല്ല വളരെ പക്വതയോടെയുള്ള നിലപാട് ഇറാൻ ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇറാന്റെ കയ്യിൽ ആണവായുധം ഉണ്ടോ എന്നുള്ളതാണ് ട്രംപിൻ്റെയും കൂട്ടരുടെയും വലിയ പേടി. തങ്ങൾക്കെതിരെ സൈനിക നടപടി സ്വീകരിക്കാൻ അമേരിക്കയ്ക്ക് പേടിയുണ്ടെന്ന് തന്നെയാണ് ഇറാൻ നേതൃത്വവും വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് ട്രംപ് ഭീഷണി മുഴക്കുന്നത് എന്നാണ് ഇറാന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ കണക്കുകൂട്ടുന്നത്. അപ്പോഴും കടുത്ത മുന്നൊരുക്കങ്ങൾ ഇറാൻ തുടരുകയാണ്. ഭൂഗർഭ മിസൈൽ സിറ്റികളിൽ മിസൈലുകൾ റെഡിയാണ്. കടലിൽ ആക്രമണം പ്രതിരോധിക്കാനുള്ള സജ്ജീകരണങ്ങൾ പൂർണ്ണതോതിലായി കഴിഞ്ഞു എന്ന് ഇറാൻ നേതൃത്വം പറയുന്നു. എത്ര അമേരിക്കൻ അർമാഡ വന്നാലും തങ്ങൾ നേരിടുമെന്നാണ് ഇറാന്റെ ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം വെറുതെ അല്ല എന്നാണ് ഇറാനെ അടുത്തറിയാവുന്ന റഷ്യൻ അനുകൂല നയതന്ത്ര വിദഗ്ധരും യുദ്ധ വിദഗ്ധരും പറയുന്നത്. ജനീവയിൽ നടക്കുന്ന ചർച്ചകളെല്ലാം സമാധാന അന്തരീക്ഷത്തിലാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇറാനും അമേരിക്കയും നേരിട്ട് ചർച്ച നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തട്ടെ എന്നും നമുക്ക് ആഗ്രഹിക്കാം. ഇസ്രയേലിൻ്റെ കുടിലതന്ത്രങ്ങൾ പരാജയപ്പെടുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.